നിർണായകമായ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ജനവിധിയിലേക്ക് രാജ്യം കടക്കുകയാണ്. ആദ്യഘട്ട വോട്ടെടുപ്പിലേക്ക് ഇനി വെറും 2 ദിവസത്തിന്റെ ദൂരം മാത്രം. ഇതാ ആ മണ്ഡലങ്ങളിൽ പരസ്യ പ്രചാരണം അവസാനിച്ചിരിക്കുന്നു. നിശബ്ദ പ്രചാരണത്തിന്റെ മണിക്കൂറുകളാണ് ഇനി. 16 സംസ്ഥാനങ്ങളിലും 5 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി ആകെ 102 മണ്ഡലങ്ങൾ. ഈ മണ്ഡലങ്ങളിലെ ജനവിധി ആകെ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ സ്വാധീനിക്കും? രാജ്യത്തിന്റെ ഭാവിയെ തന്നെ നിർണ്ണയിക്കുന്ന അതിപ്രധാനമായ തെരഞ്ഞെടുപ്പിലേക്കാണ് രാജ്യം കടക്കാൻ പോകുന്നത്. അതിൻ്റെ ആദ്യഘട്ട വോട്ടെടുപ്പാണ് അടുത്ത ദിവസങ്ങളിൽ നടക്കുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ 102 മണ്ഡലങ്ങൾ, 16 സംസ്ഥാനങ്ങൾ, 5 കേന്ദ്രഭരണ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലായുള്ള 102 മണ്ഡലങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. സരുൺ, എനിക്ക് തോന്നുന്നു നമ്മൾ ഈ 102 മണ്ഡലങ്ങളിലേക്കും നോക്കുമ്പോൾ അതിലേറ്റവും കൗതുകമുണ്ടാക്കുന്നത് തമിഴ്നാടാണ്. തമിഴ്നാട്ടിലെ മുഴുവൻ മണ്ഡലങ്ങളിലും ആദ്യഘട്ടം വിധിയെഴുതുന്നു. ഇത്തവണ ദക്ഷിണേന്ത്യ പിടിക്കുക എന്നുള്ളത് BJPയെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. അവരുടെ ലക്ഷ്യം പൂർത്തീകരിക്കണമെങ്കിൽ അവിടെ നിന്ന് സീറ്റുകൾ കിട്ടിയേ തീരൂ. നിലവിൽ സംപൂജ്യരാണ്. അപ്പോൾ അതിലെന്ത് മാറ്റമുണ്ടാകും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു ഏറെ കൗതുകമുള്ള കാര്യം. സായി, ദക്ഷിണേന്ത്യ കുതിക്കുന്ന BJPക്ക് തമിഴ്നാട് വഴങ്ങുമോ എന്നാണ് ഈ ഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. നേരത്തെ സൂചിപ്പിച്ച പോലെ ആകെ 102 മണ്ഡലങ്ങളാണുള്ളത്. ആകെ 7 ഘട്ടമായാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിലേറ്റവും കൂടുതൽ മണ്ഡലങ്ങൾ ഒന്നിച്ച് പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത് ഈ 1ാം ഘട്ടത്തിലാണ്. തമിഴ്നാട്ടിലാണ് ഏറ്റവും കൂടുതൽ മണ്ഡലങ്ങൾ. 39 മണ്ഡലങ്ങളിൽ ഒരുമിച്ച് തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അതിനു പുറമെ ഉത്തരാഖണ്ഡിലെ 5 മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് നടക്കുന്നുണ്ട്. UPയിലെയും ബീഹാറിലെയും ബംഗാളിലെയും മഹാരാഷ്ട്രയിലെയും മണ്ഡലങ്ങൾ പോളിംഗ് ബൂത്തിൽ എത്തുന്നുണ്ട്. രാജസ്ഥാനാണ് മറ്റൊരു പ്രധാനപ്പെട്ട സംസ്ഥാനം. ഇങ്ങനെ ഈ 102 മണ്ഡലങ്ങളിൽ 34 സീറ്റുകളിൽ BJPയും കോൺഗ്രസും നേർക്കുനേർ ഏറ്റുമുട്ടുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. 2019 ഈ 102 സീറ്റിൽ 39ലും BJPക്കായിരുന്നു വിജയം. കോൺഗ്രസിന് 15 സീറ്റാണ് 2019 ലഭിച്ചത്. ഇതാകെയുള്ളൊരു രാഷ്ട്രീയ ചിത്രമാണ് ഈ ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന മുഴുവൻ മണ്ഡലങ്ങളിലെയും ഒരു രാഷ്ട്രീയ ചിത്രം. സരുൺ, അതിൽ എനിക്ക് ഏറെ കൗതുകം തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഈ 102 മണ്ഡലങ്ങളും എടുത്താൽ അതിൽ ഏറ്റവും കൂടുതൽ സീറ്റിൽ ഒറ്റയ്ക്ക് മത്സരിക്കുന്ന പാർട്ടി ഏതാണ് എന്ന് ചോദിച്ചാൽ അത് BSP ആണ്. മായാവതിയുടെ BSP ഒരു കാലത്ത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വളരെ പ്രതാപത്തോടെ നിലനിന്നിരുന്ന BSPക്ക് എന്തു പറ്റി, എന്തുകൊണ്ട് മായാവതി ഉൾവലിഞ്ഞു എന്ന ചർച്ചകളൊക്കെ നടക്കുന്ന സമയത്താണ് ആദ്യഘട്ട വോട്ടെടുപ്പിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന 86 സീറ്റിൽ ഒറ്റയ്ക്ക് മത്സരിക്കുന്നത് BSP ആണ്. അവർക്ക് വലിയ പ്രതീക്ഷകൾ ഉണ്ടോ എന്ന് എനിക്ക് പറയാൻ കഴിയില്ല, പക്ഷേ അവരുടെ വോട്ടുകൾ നിർണായകം തന്നെയായിരിക്കും. അതോടൊപ്പം തമിഴ്നാട്ടിലെ 39 സീറ്റിലും അവർ മത്സരിക്കുന്നുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. BJP 77 സീറ്റിൽ മത്സരിക്കുന്നു. കോൺഗ്രസ് ആണെങ്കിൽ 56 സീറ്റിലാണ് മത്സരിക്കുന്നത്. ഇതിൽ BJP 370 സീറ്റ് പിടിക്കണം അല്ലെങ്കിൽ 400 സീറ്റ് കടക്കണം എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ദക്ഷിണേന്ത്യയിൽ കൂടി സീറ്റ് ലഭിക്കേണ്ടതുണ്ട്. നിലവിൽ BJP തമിഴ്നാട്ടിൽ സംപൂജ്യരാണ് എന്ന് പറയാം. BJPയുടെ മിഷൻ സൗത്ത് വിജയിക്കണമെങ്കിൽ ദക്ഷിണേന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ള സീറ്റുള്ള തമിഴ്നാടും ഏറെ നിർണായകമാണ്. മോദി തന്നെ മത്സരിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന സംസ്ഥാനമാണ് തമിഴ്നാട്. നിർമ്മല സീതാരാമനോ അല്ലെങ്കിൽ ജയശങ്കറോ വരെ വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ നിർമ്മല സീതാരാമനോ മോദിയോ അല്ലെങ്കിൽ ജയശങ്കറോ ആരും തന്നെ വന്നിട്ടില്ല. ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലയെ മുൻനിർത്തിയാണ് BJP തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. പക്ഷേ മോദി മത്സരിക്കുന്നില്ല എന്ന് മാത്രമല്ലേ ഉള്ളൂ. ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണത്തിൻ്റെ ഓരോ ഘട്ടം എടുത്തു നോക്കിയാലും തമിഴ്നാട്ടിൽ നിറഞ്ഞു നിന്നത് നരേന്ദ്രമോദി തന്നെയാണ്. നരേന്ദ്രമോദിയെ മുന്നിൽ നിർത്തിയുള്ള ഒരു പ്രചാരണം തന്നെയാണ് BJP തമിഴ്നാട്ടിലെന്നല്ല ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന എല്ലായിടത്തും സൃഷ്ടിച്ചത്. പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ 8 തവണയാണ് നരേന്ദ്രമോദി പ്രചാരണത്തിന് തമിഴ്നാട്ടിൽ വന്നത്. ആ കണക്ക് നോക്കുമ്പോൾ നമുക്ക് അങ്ങനെയാണ്. ഓരോ തവണ വരുമ്പോഴും പുതിയ പുതിയ വിഷയങ്ങൾ അദ്ദേഹം കൊണ്ടുവരുന്നു. തമിഴ് വികാരം ആളിക്കത്തിക്കാൻ പരമാവധി ശ്രമിക്കുന്നു. ഒരു ഭിന്നിപ്പ് ശ്രമിച്ചുകൊണ്ട് വോട്ടെടുപ്പിൽ നേട്ടമുണ്ടാക്കുക എന്നുള്ളൊരു തന്ത്രമാണ് കഴിഞ്ഞ കുറേ കാലമായി BJP സംഘപരിവാർ പയറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു തന്ത്രം കുറെ കൂടി തീവ്രതയോടെ ഇത്തവണ നടപ്പാക്കാൻ അവർ ശ്രമിച്ചു. അവിടെ നമ്മൾ കണ്ടതാണ് കച്ചത്തീവ് വിഷയം ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു പ്രധാന വിഷയമായി ഉന്നയിക്കുന്നു. ഏറ്റവും ഒടുവിൽ DMKയുടെ കുടുംബവാഴ്ചയ്ക്കെതിരെ നരേന്ദ്രമോദി തൊട്ട് ഇങ്ങോട്ടുള്ള എല്ലാ BJP നേതാക്കളും വന്ന് അവിടെ പ്രസംഗിക്കുകയാണ്. അതോടൊപ്പം ഇത്തവണ BJP AIADMK സഖ്യം തമിഴ്നാട്ടിൽ ഇല്ല എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു കാലത്ത് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷിയായിരുന്നു, അവർക്ക് പിന്നിലായിരുന്നു BJP ഉണ്ടായിരുന്നത്. ഇത്തവണ പക്ഷേ AIADMK എന്ന പാർട്ടി തീരെ അപ്രസക്തമായിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ DMK BJP നേർക്കുനേർ പോരാട്ടം എന്നുള്ളൊരു പ്രതീതി ഉണ്ടാക്കാൻ BJPക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് നമുക്ക് പറയേണ്ട ഒരു വസ്തുത തന്നെയാണ്. എന്തായാലും കോയമ്പത്തൂർ നിലവിൽ സംപൂജ്യരാണ്. പക്ഷേ കോയമ്പത്തൂരിലും കന്യാകുമാരിയിലും ഇത്തവണ അത്ഭുതം സംഭവിക്കും എന്ന് തന്നെയാണ് BJP നേതാക്കൾ ഈ സമയത്തും പറയുന്നത്. ആ 2 സീറ്റെങ്കിലും കിട്ടുക എന്നതാണ് BJPയുടെ ലക്ഷ്യം.
ഈ തമിഴ്നാട്ടിൽ വലിയൊരു നേട്ടമുണ്ടാക്കാൻ ആ ലെവലിലേക്ക് എത്താൻ ബി ജെ പിക്ക് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. 32 സീറ്റുകളിലാണ് ബി ജെ പി മത്സരിക്കുന്നത്. AIADMKയുടെ വോട്ടുകൾ അടർത്തി മാറ്റാമെന്നാണ് ബി ജെ പി പ്രതീക്ഷിക്കുന്നത്. DMKയുടെ സംഘടനാ കെട്ടുറപ്പിനെ വെല്ലാൻ ഈ മോദിയുടെ സന്ദർശനവും അതുപോലെ തന്നെ മോദി പ്രഭാവത്തിനും ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. പാർട്ടി എന്ന നിലയിൽ DMKയെ ഒറ്റക്കെട്ടായി നിർത്തുന്നതിൽ സ്റ്റാലിൻ വിജയിച്ചിട്ടുണ്ട്. അതിനു പുറമെ ഇന്ത്യ മുന്നണിയെ ആകെ തന്നെ തമിഴ്നാട്ടിൽ ശക്തമായി ഒന്നിച്ചു നിർത്താൻ സ്റ്റാലിന് കഴിഞ്ഞു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിനാൽ ഇന്ത്യ മുന്നണിക്ക് മികച്ച തുടക്കമുണ്ടാക്കാൻ ആദ്യഘട്ടത്തിൽ തന്നെ തമിഴ്നാട്ടിൽ നിന്ന് തന്നെ കഴിയുമെന്നാണ് ഇന്ത്യ മുന്നണിയുടെ ആകെ പ്രതീക്ഷ. തമിഴ്നാട് ഏത് രീതിയിലാണ് ചിന്തിക്കുന്നത് എന്നുള്ളതാണ് അറിയേണ്ടത്. അതോടൊപ്പം സരുൺ, എനിക്ക് തോന്നുന്നു നിർണായകമായ ഇപ്പോൾ തമിഴ്നാട്ടിലെ മുഴുവൻ മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് നടക്കുന്നുണ്ട് ആദ്യഘട്ടത്തിൽ. ഇതിൽ പശ്ചിമ UP-യിലെ 8 മണ്ഡലങ്ങളിലും ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നുണ്ട്. അതിൽ മുസ്ലിം ജാട്ട് വോട്ടുകൾ നിർണായകമായ പശ്ചിമ UP-യിലെ 8 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. നമുക്കറിയാം, കമ്മ്യൂണലി വളരെ സെൻസിറ്റീവായ മുസഫർ നഗർ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ അവിടെയുണ്ട്. അപ്പോൾ നിരവധി വിഷയങ്ങൾ അവിടെ ചർച്ചയാവും ഈ തെരഞ്ഞെടുപ്പിൽ എന്ന് നമുക്ക് നിസ്സംശയം പറയാം. കഴിഞ്ഞ വട്ടം ഇതിൽ 8-ൽ 3 എണ്ണത്തിൽ മാത്രമാണ് ബി ജെ പിക്ക് ജയിക്കാനായത്. SP-യും BSP-യും RLD-യും ഒരുമിച്ച് നിന്നപ്പോഴായിരുന്നു അത് എന്നുകൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഇപ്പോൾ RLD BJP-ക്കൊപ്പമുണ്ട് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ കർഷക സമരം, ഈ രാമക്ഷേത്രം, അയോധ്യ വിഷയം ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുഖ്യ വിഷയങ്ങളാകും എന്നുള്ളത് എത്ര കണ്ട് വിജയിപ്പിക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞു എന്നുള്ളതിൻ്റെ ഒരു ടെസ്റ്റ് ഡോസ് കൂടി ആവാൻ പോവുകയാണ് UP-യിൽ നടക്കുന്ന ഈ ജനവിധി ആദ്യഘട്ടം. ഈ UP-യിലെ പോലെ തന്നെ രാജസ്ഥാനിൽ ഈ ജാട്ട് സമൂഹത്തിന് കൂടുതൽ സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ 12 മണ്ഡലങ്ങളിലാണ് രാജസ്ഥാനിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. അതിൽ ജാട്ടുകൾ അതിനിർണായകമായ മാർവാഡ്, ശെഖാവത്തി മേഖലകളിൽ മണ്ഡലങ്ങളാണ് ഇത് ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. ഇന്ത്യ മുന്നണിക്ക് രാജസ്ഥാനിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ അത് ഈ മണ്ഡലങ്ങളിലാണ് ഇന്ത്യ മുന്നണിക്ക് ആകെ പ്രതീക്ഷ വയ്ക്കാവുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പ്രതിപക്ഷത്തായെങ്കിൽ ശെഖാവത്തി മേഖലയിലെ 21 സീറ്റിൽ 18-ലും വിജയിച്ചത് കോൺഗ്രസ് ആയിരുന്നു. അത് ഇന്ത്യ മുന്നണിയെ ആകെ സംബന്ധിച്ച് വലിയൊരു പ്രതീക്ഷ തന്നെയാണ്. അതോടൊപ്പം സരുൺ, ഒരുപക്ഷെ മലയാളികൾക്ക് കൂടി താല്പര്യമുള്ള, അവർ കൂടി ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലവും ആദ്യഘട്ടത്തിലുണ്ട്. അത് സിക്കർ മണ്ഡലമാണ്. ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി തന്നെ CPM മത്സരിക്കുന്ന ഒരു മണ്ഡലം. നിയമസഭയിൽ സിക്കറിലെ 8 നിയമസഭാ മണ്ഡലത്തിൽ 5-ലും കോൺഗ്രസ് ആണ് ജയിച്ചത്. BJP ജയിച്ച 3 മണ്ഡലങ്ങളിൽ 2-ലും രണ്ടാമതെത്തിയത് CPM ആയിരുന്നു. അപ്പോൾ CPM-ന് ശക്തി കുറച്ച് കാണാൻ കഴിയില്ല. പക്ഷെ അതേസമയം കഴിഞ്ഞ തവണ രാജസ്ഥാൻ തൂത്തുവാരിയതാണ് BJP. ഇത്തവണ അതിലൊന്നുപോലും നഷ്ടപ്പെടുത്തുന്നത് BJP-യെ സംബന്ധിച്ച് ചിന്തിക്കാൻ പോലും കഴിയില്ല. അപ്പോൾ രാജസ്ഥാനിൽ ഒരു മാറ്റം ഉണ്ടാകുമോ എന്നുള്ളത് ഏവരും ഉറ്റുനോക്കുകയാണ്. അതുകൊണ്ട് രാജസ്ഥാൻ ഒരു തരത്തിലും കൈവിടാതിരിക്കാനുള്ള എല്ലാ പണികളും BJP എടുത്തിട്ടുമുണ്ട്. സായി, ഈ 370 BJP പിടിക്കും, BJP ലക്ഷ്യം വെക്കുന്നു എന്ന് പറയുമ്പോൾ BJP ഏറ്റവും ദക്ഷിണേന്ത്യക്ക് പുറമെ BJP ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെക്കുന്ന സംസ്ഥാനം ഒന്ന് ബംഗാളാണ്. ബംഗാളിൽ BJPക്ക് പ്രതീക്ഷിച്ചത്ര മറ്റ് സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം പേടി അവിടെയില്ല. ഇപ്പോഴുള്ളതിനേക്കാൾ സീറ്റുകൾ കൂട്ടുമെന്ന് BJPക്ക് ആത്മവിശ്വാസവുമുണ്ട്. പക്ഷേ ആദ്യഘട്ടത്തിൽ പോളിംഗിലേക്ക് പോകുന്ന ബംഗാളിലെ 3 മണ്ഡലങ്ങളിലും കഴിഞ്ഞ തവണ ജയിച്ചത് BJP തന്നെയായിരുന്നു. ആ 3 മണ്ഡലങ്ങളും ഇനിയും വിജയിക്കാമെന്നാണ് BJP കരുതുന്നത്. ഇതിൽ ബംഗ്ലാദേശ് അതിർത്തിയിലെ കൂച്ച് ബെഹാർ എന്ന മണ്ഡലം BJPക്ക് മുമ്പേ സ്വാധീനമുള്ള ഇടവുമാണ്. BJP CAA അടക്കം പ്രചരിപ്പിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് ഈ കൂച്ച് ബെഹാർ എന്ന് പറയുന്നത്. അതോടൊപ്പം നേരത്തെ നമ്മൾ ബംഗാളിനെ കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ ബീഹാറിൽ ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് 4 മണ്ഡലങ്ങളിലാണ്. ആ 4 മണ്ഡലങ്ങളിലും നിലവിൽ അത് NDA-ക്കൊപ്പമാണ് എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. ഔറംഗാബാദിലും നവാഡയിലുമാണ് BJP മത്സരിക്കുന്നത്. ഗയയിൽ ഹിന്ദുസ്ഥാൻ അവാം മോർച്ചയും ജമുയി സീറ്റിൽ ചിരാഗ് പാസ്വാന്റെ നേതൃത്വത്തിലുള്ള LJP-യുമാണ് മത്സരിക്കുന്നത്. ഇതിൽ ഔറംഗാബാദ് ഒഴികെ 3 മണ്ഡലങ്ങളിലും നരേന്ദ്രമോദി നേരിട്ടെത്തി തന്നെയാണ് പ്രചാരണം നടത്തിയത്. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നരേന്ദ്രമോദി പ്രധാന മുഖമായി വരുന്ന ഒരു തെരഞ്ഞെടുപ്പ്, നരേന്ദ്രമോദിയെ മുൻനിർത്തിയാണ് BJP അവരുടെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ എല്ലാം നടത്തുന്നത്. ഈ പറഞ്ഞ മണ്ഡലങ്ങളിലൊക്കെ അദ്ദേഹം നേരിട്ടെത്തിയാണ് ആ പ്രചാരണത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ളത്. ചുരുക്കത്തിൽ കന്യാകുമാരി മുതൽ ജമ്മു കാശ്മീരിലെ ഉധംപൂർ വരെയുള്ള രാജ്യത്തെ മണ്ഡലങ്ങളെല്ലാം ഈ ആദ്യഘട്ടത്തിൽ ഈ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നുണ്ട്. 8 കേന്ദ്രമന്ത്രിമാർ, അതായത് നിതിൻ ഗഡ്കരി ഉൾപ്പെടെയുള്ള 8 കേന്ദ്രമന്ത്രിമാർ, 2 മുൻ മുഖ്യമന്ത്രിമാർ, തമിഴിസൈ സൗന്ദരരാജൻ മുൻ ഗവർണറായിരുന്നു, അവരുൾപ്പെടെയുള്ളവർ ഈ തെരഞ്ഞെടുപ്പിൽ ജനവിധി തേടുന്നവരിൽ പ്രമുഖരാണ്. അപ്പോൾ എന്തായാലും ഇനി 2 ദിവസങ്ങൾക്ക് ശേഷം 7 ഘട്ടമായി നടക്കുന്ന തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിലെ വോട്ടെടുപ്പ് നടക്കുകയാണ്. ഇനി അതിനുശേഷം 6 ഘട്ടം കൂടി ബാക്കിയുണ്ടാകും. ഇനിയും നിരവധി വിഷയങ്ങൾ കടന്നു വരാനുണ്ട്. അപ്പോൾ ഇതുവരെയുള്ള പ്രചാരണ വിഷയങ്ങളിൽ ആർക്കായിരിക്കും മേൽക്കൈ, ഏത് വിഷയങ്ങളാണ് ജനങ്ങളെ സ്വാധീനിച്ചിട്ടുള്ളത് എന്നറിയാൻ പോവുകയാണ് ആദ്യ വോട്ടെടുപ്പ് ഏപ്രിൽ 19-ന്.